വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. എന്നത്തെയും പോലെ നമുക്ക് ഇന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രാഫി. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രാഫി നിലവിൽ വന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രാഫി എവിടെയാണ്? ഹൈദരാബാദിലാണ്. നെക്സ്റ്റ് വൺ, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചിലവഴിച്ച വ്യക്തി. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചിലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചിലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയുടെ പേരാണ് എന്താണ്? ഒലേഗ് കൊനേനെൻകോ. എന്താണ്? ഒലേഗ് കൊനേനെൻകോ. അദ്ദേഹം 878 ദിവസമാണ് ബഹിരാകാശത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ ഒലേഗ് കൊനേനെൻകോ അദ്ദേഹമാണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചിലവഴിച്ച വ്യക്തി എന്ന് പറയുന്ന ഒരു റഷ്യക്കാരന്റെ റെക്കോർഡ് തന്നെയാണ് അദ്ദേഹം മറികടന്നത്. അപ്പൊ അദ്ദേഹത്തെ പഠിക്കണ്ട, ഇങ്ങേരുടെ പേര് പഠിച്ചാൽ മതി, ഒലേഗ് കൊനേനെൻകോ. നെക്സ്റ്റ് വൺ, 2024 രാജ്യത്തെ മികച്ച ടൂറിസം വില്ലേജിനുള്ള പുരസ്കാരം നേടിയ കേരളത്തിലെ വില്ലേജുകൾ. അപ്പൊ 2 വില്ലേജുകളുണ്ട്. ഒന്ന് റെസ്പോൺസിബിൾ ടൂറിസം കാറ്റഗറിയിൽ കടലുണ്ടി വില്ലേജും അഗ്രി ടൂറിസം കാറ്റഗറിയിൽ കുമരകം വില്ലേജുമാണ് എന്ത് നേടിയത്? ടൂറിസം പുരസ്കാരം നേടിയത്. അപ്പൊ 2024 മികച്ച ടൂറിസം വില്ലേജുകൾക്കുള്ള പുരസ്കാരം നേടിയത് കേരളത്തിലെ 2 വില്ലേജുകളാണ്. കാറ്റഗറി 1 റെസ്പോൺസിബിൾ ടൂറിസം കടലുണ്ടി, നെക്സ്റ്റ് വൺ അഗ്രി ടൂറിസം കുമരകം. അടുത്തത് 1975 അടിയന്തരാവസ്ഥ. നമ്മൾ പഠിച്ചതാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്. 1975 അടിയന്തരാവസ്ഥ കാലത്ത് കുറെ അധികം ദുരിതങ്ങള് ഇവിടെ ധാരാളം മനുഷ്യർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അത്തരം മനുഷ്യത്വരഹിതമായ നടപടികൾ അതിജീവിച്ചവരുടെ ഓർമ്മയ്ക്ക് ഭരണഘടനാ ഹത്യാ ദിനം ആചരിക്കാൻ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിച്ചു. ഏതാണ് ആ ദിവസം? ജൂൺ 25. 1975 അടിയന്തരാവസ്ഥ കാലത്തെ മനുഷ്യത്വരഹിതപരമായ നടപടികൾ അതിജീവിച്ച വ്യക്തികളുടെ ഓർമ്മയ്ക്ക് ഭരണഘടനാ ഹത്യാ ദിനം ആചരിക്കാൻ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കുകയുണ്ടായി. ആ ദിനം ഏതാണ്? ജൂൺ 25 ആണ്. നോക്കൂ, ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കാൻ. അപ്പൊ ഭിന്നശേഷിക്കാരുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ കുറച്ചും കൂടെ ലഘൂകരിക്കാനായി ഇലക്ഷൻ കമ്മീഷൻ അവതരിപ്പിച്ച ഒരു മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് സാക്ഷ. എന്താണ് സാക്ഷ? ഭിന്നശേഷിക്കാരുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ സാക്ഷ. നെക്സ്റ്റ് നോക്കൂ, രാജ്യത്തെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമാർജന നഗരസഭ ഏത്? കൊട്ടാരക്കര. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമാർജന നഗരസഭയാണ് ഏത്? കൊട്ടാരക്കര ട്ടോ. ലോകത്തെ ആദ്യത്തെ വേദഘടികാരം. വേദകാലത്തൊക്കെ സമയം നോക്കാൻ ഉണ്ടായിരുന്ന വേദഘടികാരം ലോകത്ത് തന്നെ ആദ്യമായിട്ട് സ്ഥാപിച്ചത് മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലാണ്. അപ്പൊ ലോകത്തെ ആദ്യത്തെ വേദഘടികാരം എവിടെയാ സ്ഥാപിച്ചേ? മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ സ്ഥാപിച്ചു. ബഹിരാകാശ യാത്രികൾക്കുള്ള ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? നേവി മുംബൈയിലാണ്. ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നേവി മുംബൈയിലാണ്. 2024 സെപ്റ്റംബറിൽ, നമ്മുടെ ഈ സെപ്റ്റംബർ മാസത്ത് യുഎസിൽ ഒരു ചുഴലിക്കാറ്റ് വീശുണ്ടായി. അതിന്റെ പേരാണ് ഹെലൻ. എന്താ അതിന്റെ പേര്? ഹെലൻ എന്നാണ് കേട്ടോ. വേൾഡിലെ ആദ്യത്തെ CNG ബൈക്ക് പുറത്തിറക്കുന്ന കമ്പനിയാണ് ബജാജ്. വേൾഡിലെ തന്നെ ആദ്യത്തെ CNG ബൈക്ക് പുറത്തിറക്കുന്ന കമ്പനിയാണ് ഏത്? ബജാജ് ട്ടോ. അപ്പൊ നോക്കൂ, ഇന്ത്യയിൽ ആദ്യത്തെ, ഒന്നും കൂടെ നമുക്ക് പറയാം, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രാഫി എവിടെ നിലവിൽ വരുന്നു? ഹൈദരാബാദ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യക്കാരനാണ്, അല്ലെങ്കിൽ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ഒലേഗ് കൊനേനെൻകോ. അദ്ദേഹം 878 ദിവസമാണ് അവിടെ ഉണ്ടായിരുന്നത്. 2024 രാജ്യത്തെ മികച്ച ടൂറിസം വില്ലേജിനുള്ള പുരസ്കാരം നേടിയ കേരളത്തിലെ 2 വില്ലേജുകൾ, ഒന്ന് റെസ്പോൺസിബിൾ ടൂറിസം കാറ്റഗറിയിൽ കടലുണ്ടിയും അഗ്രി ടൂറിസം കാറ്റഗറിയിൽ ഏതാണ്? കുമരകവുമാണ്. 1975 അടിയന്തരാവസ്ഥ കാലത്ത് മനുഷ്യത്വരഹിതപരമായിട്ടുള്ള നടപടികൾ അതിജീവിച്ചവരെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഭരണഘടനാ ഹത്യ ദിനം ആചരിക്കാൻ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കുകയുണ്ടായി. ഈ ദിനത്തിന്റെ പേര് ജൂൺ 25. നെക്സ്റ്റ് വൺ,
ഭിന്നശേഷിക്കാരുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കുറച്ചും കൂടെ ലഘൂകരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയ അല്ലെങ്കിൽ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് സാക്ഷ. ഇനി രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാണ് കൊട്ടാരക്കര. അടുത്തത് ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം സ്ഥാപിച്ചത് എവിടെയാണ്? ഉജ്ജയിനിയിലാണ് കേട്ടോ. അതെവിടെയാ? മധ്യപ്രദേശിലാണ്. ബഹിരാകാശ യാത്രികൾക്കുള്ള ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാന്നാ പറഞ്ഞേ? നേവി മുംബൈ. 2024 സെപ്റ്റംബറിൽ യുഎസിൽ വീശിയ ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? ഹെലൻ എന്നാണ്. അടുത്തത് വേൾഡിൽ ആദ്യത്തെ CNG ബൈക്ക് പുറത്തിറക്കുന്ന കമ്പനി എന്ന് പറയുന്ന റെക്കോർഡ് ആർക്കാ കിട്ടിയേ? ബജാജ് കമ്പനി അവരാണ് അത് പുറത്തിറക്കിയത്. അപ്പൊ വേൾഡിലെ തന്നെ ആദ്യത്തെ CNG ബൈക്ക് പുറത്തിറക്കുന്ന കമ്പനി ആരാണ്? ബജാജ് ആണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ 10 കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ ഭംഗിയായിട്ട് പഠിക്കുക. ക്ലാസ് മനസ്സിലായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് അറിയണ്ടേ? അത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റ്സും കൂടി ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും 8 മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. ഇനി നാളെ ഭംഗിയായിട്ട് വേറൊരു നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.